റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അടിയന്തര നീക്കങ്ങളാണ് നടക്കുന്നത്. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച സൗദി അറേബ്യയിൽ നടക്കും. അമേരിക്കൻ സന്ദർശന വേളയിൽ യുക്രൈൻ യുദ്ധ വിഷയത്തിൽ ഭാരതത്തിന്റെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച വൈകാതെ സൗദി അറേബ്യയിൽ നടക്കും. ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായും ഫോണിൽ സംസാരിച്ചു. യുക്രൈൻ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാനമായും ചർച്ചയായത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ട്രംപ് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിഷ്പക്ഷമല്ലെന്ന നിലപാട് വ്യക്തമാക്കി ഭാരതവും രംഗത്തെത്തി. വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും ഇന്ത്യ സമാധാനത്തിനായാണ് നിലകൊള്ളുന്നതെന്നും മോദി പറഞ്ഞു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. യുദ്ധം തുടങ്ങിയ ശേഷം പുടിനുമായും സെലൻസ്കിയുമായും ഒട്ടേറെ തവണ മോദിയും സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം രണ്ട് നേതാക്കളെയും മോദി വെവ്വേറെ കണ്ടിരുന്നു. 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ ആക്രമണത്തോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമാണ് യുക്രൈൻ യുദ്ധത്തിന് ശാശ്വത പരിഹാരം. റഷ്യ യുക്രൈൻ സംഘർഷം ശാശ്വതമായി പരിഹരിക്കണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും പറഞ്ഞു. വോളോഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് വാൻസ് നിലപാട് വ്യക്തമാക്കിയത്. ജർമ്മനിയിൽ നടക്കുന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിനിടെയായിരുന്നു നേതാക്കളുടെ കൂടിക്കാഴ്ച. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾക്കിടെ യുക്രൈനിലെ ആണവ നിലയത്തിന് നേരെ ഡ്രോൺ ആക്രമണവും ഉണ്ടായി. ആണവ ദുരന്തം നടന്ന ചെർണോബിൽ ആണവ നിലയത്തിലാണ് ആക്രമണമുണ്ടായത്. 4ാം റിയാക്ടറിന്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന ന്യൂ സേഫ് കൺഫൈൻമെന്റ് ഷെൽട്ടറിന് നേരെയാണ് ഡ്രോൺ ആക്രമണം. കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ഡ്രോൺ വന്ന് പതിച്ച് പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വെള്ളിയാഴ്ചയാണ് സംഭവം. ആക്രമണത്തിൽ ഷെൽട്ടറിന്റെ മേൽക്കൂരയ്ക്ക് ആഘാതമേൽക്കുകയും തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. എന്നാൽ അഗ്നിസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ തീയണച്ചു. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചു. ലോകത്തെ വികിരണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന കെട്ടിടത്തിന് മുകളിലാണ് വൻ സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ടുള്ള ഡ്രോൺ പതിച്ചതെന്ന് സെലൻസ്കി പറഞ്ഞു. ആക്രമണത്തെ അപലപിച്ച സെലൻസ്കി ഇത് ഭീകരവാദ പ്രവർത്തനമാണെന്ന് ആരോപിച്ചു. 1986 ഏപ്രിൽ 26-നാണ് ചെർണോബിലിലെ റിയാക്ടർ 4 പൊട്ടിത്തെറിച്ചത്. വികിരണം തടയുന്നതിന് റിയാക്ടർ നിന്ന സ്ഥലത്തെ പൂർണ്ണമായും മറയ്ക്കുന്ന വിധത്തിൽ സ്റ്റീലും കോൺക്രീറ്റും ഉപയോഗിച്ച് ഒരു ഷെൽട്ടർ നിർമ്മിച്ചിരുന്നു. 1966 ആയപ്പോഴേക്കും ഈ നിർമ്മിതി ദുർബലമാവുകയും വികിരണ തോത് വർദ്ധിക്കുകയും ചെയ്തു. അതിനുശേഷം പഴയ ഷെൽട്ടറിനെ മൂടും വിധം പുതിയത് നിർമ്മിച്ചത് 2017-ലാണ്. ആ ഷെൽട്ടറിന്റെ മുകളിലാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത്. NSCയുടെ അകത്തേക്ക് ആക്രമണം ബാധിച്ചിട്ടില്ലെന്നും കെട്ടിടത്തിനുള്ളിലെയും പുറത്തെയും വികിരണ നിരക്ക് സാധാരണ നിലയിലാണെന്നും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ ആക്രമണത്തിന് പിന്നാലെ യുക്രൈനിലെ ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്.